സോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഹംദാന് പകരം ഞങ്ങളൊരു വായ നടാൻ വേണ്ടി പോവാണ്. ഇല്ല ഹംദാനെ? ആ ഹംദാനെ പിടിക്കൂ. സോ ഇന്ന് ഷിങ്കുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂവമ്പഴം ഇതിൻ്റെ കന്ന് ഞങ്ങളിന്ന് ഇവിടെ നടാൻ വേണ്ടി പോവാണ്. ഇത് പറയൂ, എന്താണ് പറയാനുള്ളത്? കുഴപ്പമില്ല, അതാണ് ശരിയാണ്. ഓക്കെ, എനിക്ക് എൻ്റെ വായിൽ തൃശ്ശൂർ ഭാഷ വരുന്നു. കമ്മോൺ. സോ മൊത്തം 4 കന്നാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വലിയ വാഴ മാത്രം അത് കേറണില്ല. ഓ അങ്ങനെ. എടാ, ഈ വാഴക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടോ? നല്ല നല്ല കൊലകളായിട്ടുണ്ട്. ഓക്കെ, അടുത്ത വർഷം വരുന്നുണ്ടല്ല വലിയ ഇനി അടുത്ത വർഷം വരുള്ളൂ. അടുത്ത വർഷം വരുള്ളൂ. ഇനി വരുന്നുണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ ഒരു വലിയ തോട്ടി വണ്ടിയുടെ മേലെ കിട്ടിയിട്ട് അടുത്ത വട്ടം ഇവര് ഈ കാറിലല്ല വരിക. കാർ കാണിച്ചു കൊടുക്കൂ. ഇവര് ലോറിയിൽ വരട്ടെ, എന്നാലാണ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റും. കമോൺ. ക്യാമറമാൻ ക്യാമറ ശ്രദ്ധിക്കണം. ആയിഷ അല്ല ഇന്നത്തെ ക്യാമറമാൻ. ഇതാ ആരാ വെക്കുന്നേ? വാപ്പ വെക്കണം ഇതാട്ടോ. വാപ്പ നടുന്നുണ്ട്. എത്ര മാസം കൊണ്ടാവും ഈ വാഴ? 6 മാസം കൊണ്ടാവൂല, 1 കൊല്ലം പിടിക്കും. ഓക്കെ, സൂമി ക്യാമറമാൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മണ്ണിട്. ഇല്ല, ആദ്യത്തെ മണ്ണ് വാപ്പടി, അതിലാണ് മണ്ണിലാണ് കാര്യം. ഇഞ്ഞിട്ടോ ഇർഫാൻ ഇട്ടോ. അതാ യെസ്. സോ നമ്മൾ തോട്ടി പൊട്ടിപ്പോയോ? നോ പ്രോബ്ലം. തോട്ടി പൊട്ടിപ്പോയി. സലാംഖാൻ്റെ തോട്ടി. അതായത് സലാംഖാൻ്റെ വീട്ടിൽ 2 തോട്ടിയുള്ളത്. ഒന്ന് ഉപ്പച്ചു കൊണ്ടേ കളഞ്ഞ്, ഒന്നിപ്പോൾ ഞാൻ വന്ന് 3 പീസാക്കി. അതാ സലാംക്ക് തോട്ടി 3 പീസ്. അതാണ് ഹംദാൻ പറഞ്ഞേ, അടുത്ത വട്ടം ലോറി ആയിട്ട് വരുന്നത്. അപ്പം ഒരെണ്ണം നമ്മൾ സക്സസ്ഫുള്ളി നട്ടിരിക്കുകയാണ്. പിന്നെ പറയൂ. മമ്മു നിന്നെ വിളിക്കുന്നു. ഇല്ല കുഴപ്പമില്ല, നനയ്ക്കേണ്ട ആവശ്യമുണ്ടോ? നനയ്ക്കണം. എന്നാ പതുക്കെ വെച്ച് കൊടുക്ക്. ആദ്യത്തെ വെള്ളം നമ്മൾ ഒഴിച്ചിരിക്കുകയാണ്. ആര്? അല്ലല്ല, ഓനാണിത് വെട്ടിയത്. കൈഫാണ് ഇത് വെട്ടിയത്. എൻ്റെ ക്യാമറമാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. കമോൺ ക്യാമറമാൻ. എൻ്റെ ക്യാമറമാൻ. ഇതെന്താ? അവക്കാടോൻ്റെ കുരുവോ? ഓ, ഇതാണ് വളരുക. ഓ, അവക്കാടോ ചെടിയല്ല നമ്മൾ നടുക. സോ ഗൈസ്, അവക്കാടോൻ്റെ കുരു നട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കെങ്കിലും അവക്കാടോൻ്റെ കുരു വേണമെങ്കിൽ 3500 രൂപ. അത് യാസീം ബ്ലോഗ്സിൻ്റെ കുരുവാണ്. ദ ബ്രാൻഡ് യാസീം ബ്ലോഗ്സ് അവക്കാഡോ. കാരണം ഇതുണ്ടോ, അവക്കാഡോ പറിക്കുന്നത് നോക്കൂ. വരും ഫ്രഷ് അവക്കാഡോസ്. സോ ഗൈസ്, ഇതൊന്നല്ല, നമ്മൾ ഓൾറെഡി ഒരു ചാക്കിൻ്റെ മേലെ വാ നമ്മൾ സത്യല്ലേ. അന്ന് നമ്മൾ കൊച്ചിക്ക് പോയപ്പോൾ 1 ചാക്ക് പറിച്ചു. നമ്മൾ ഓൾറെഡി താക്കോലെടുത്തിട്ട് ഉള്ളിൽ എടുത്തിട്ട് വാ. നമ്മൾ ഓൾറെഡി സോ ഗൈസ്, കാർത്തെ കാണിക്കാൻ പറ്റില്ല. ഇതിൽ എത്ര ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിങ്കുവിൻ്റെ ഫാമിലിനെ കുറേ ആൾക്കാർ അയൽവാസികളൊക്കെ വീഡിയോ കാണുന്നതാണ്. അയൽവാസികളില്ല, അയൽവാസികൾ തന്നെയല്ലേ കുടുംബക്കാർ. കുടുംബക്കാരാ? കുടുംബക്കാർ
വെറും ടോക്സിക് പീപ്പിളാണ് കുടുംബക്കാരെന്നാണ് പറയുന്നത്. ഷിങ്കു പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുന്നില്ല. ഹോട്ട് ന്യൂസ്. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അവർക്കൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പം ഇത് വീതിക്കാൻ മടിയായത് ഉണ്ട് അതന്നെ. ഷിങ്കു കൂടുതൽ കുറ്റം പറയണ്ട കുടുംബക്കാരെ. സംഭവം നിന്റെ കല്യാണം കഴിഞ്ഞ് ഇനി ഒരാവശ്യം ഇല്ല, എന്നാലും കൂടുതൽ കുറ്റം പറയണ്ട അല്ലേ. ഏത് കുടുംബക്കാരാന്ന് ആർക്കും അറിയില്ല അല്ലേ. എനിക്കും അറിയില്ല ആരാണ് ആരാണ് ആരാണ്. പാത്തുമ്മ എല്ലാം വിളിച്ചു പറഞ്ഞിട്ട് അവള് ഇതാ ഇത് വേണ്ട. ജ്യൂസ് അടിക്കുന്നുണ്ട് അപ്പൊ. ആ വേണ്ട വേണ്ട, അത് കാണിക്കണ്ടെന്ന് കുടുംബക്കാര് ചോദിച്ചാൽ കൊടുക്കണ്ടേന്ന്. ഓക്കെ അതെ അടുത്ത് നടന്നത് കൈഫ് പണിയെടുക്കണ ഷിങ്കു കണ്ടിട്ടില്ലല്ലോ. ഇതാ അപ്പൊ എന്താ ഓ നീ അപ്പം പിന്നെ ഓൻ്റെ വാപ്പ അസീസാണ്. ഓന് വായ നടാൻ മൂപ്പർക്ക് മനസ്സിലായി ഇവനെ കൊണ്ട് ഒരു പണി നടക്കൂല. ഓ വായ നടാനെങ്കിലും പഠിപ്പിക്കാൻ. എൻ്റെ വാപ്പ വീഡിയോ കാണലുണ്ടോ? ആ ആ ഈ വീഡിയോ എന്തായാലും അയച്ചു കൊടുക്ക്. ഓക്കെ അപ്പം അടുത്ത വാഴ ഇവിടെ നടുന്നതായിരിക്കും കേട്ടോ. സെക്കൻഡ് വാഴ വേറൊരു സാധനം കാണിച്ചാൽ വാ. സോ പിന്നെ ഒരു ദിവസം മുന്നേ ഇവര് അവിടുന്ന് വന്നല്ലോ കൊടുങ്ങല്ലൂരിന്ന്. ആ അപ്പം ഇവർ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നുണ്ട്, നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ആ ക്യാമറമാൻ പതുക്കെ നടന്ന് വരിക. ഇതെന്താണിത്? ഇർഫാൻ ചളി കൊണ്ടുവന്നാണോ അത്? കമോൺ. അതായത് കരിക്ക് ഇതെൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അവിടെ അല്ല പിന്നെ ഇതാ നോക്ക്, ഇത് പൂവമ്പഴാണ്. ഇത് പഴുക്കാൻ വേണ്ടിയിട്ട് ഇർഫാനെ എടുത്ത് നോക്കിയേ. ദിസ് മാൻ ഇവനെ സൂക്ഷിച്ചോ. ഇവന് കാമുകിയൊക്കെ ഉണ്ടെങ്കിൽ കെട്ടിത്തൂക്കാൻ ഇവൻ മിടുക്കനാണ്. ഇത് മാത്രല്ല, വാ നോക്ക്. ഡാഡി വരുന്നു കമോൺ. ഡാഡി വരുന്നുണ്ട്, വേഗം വരൂ. ചെരുപ്പിട്ടോ. ആ വാ വാ വാ. ക്യാമറമാൻ ശരിക്കും പിന്നെ എല്ലാ വീഡിയോ എടുക്കുന്നതിനും പിന്നെ 2 നാരങ്ങ മുട്ടായി വെച്ച് കൊടുക്കുന്നുണ്ട്. യെസ്. ആ അതാ ഡാഡി എന്തോ കൊണ്ടുവന്നിട്ടുണ്ട്. ഡാഡി ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കമോൺ ഓടി നടന്ന് ഞാൻ ഷൂട്ട് ചെയ്യാണ്. എന്താ ഡാഡി കൊണ്ടുവന്നത്? ആ ഇത് വയനാട്ടിൽ നിന്ന് ഞങ്ങളെ തോട്ടത്തിൽ നിന്ന് അല്ലെങ്കിലും വേറെ ആൾ ആരതോ തോട്ടത്തിൽ കാണിച്ചു കൊടുക്കും. നമ്മളെ തോട്ടത്തിലല്ലല്ലോ. എത്ര കിലോ ഉണ്ട്? 20 കിലോ ഉണ്ടോ? ഇതിപ്പോ ഒരു ഇതായിക്കണേ. അതായത് അവിടുന്ന് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ നമ്മൾ മോശമാക്കരുത്, നമ്മൾ ഇവിടുന്ന് കുറേ കയറ്റി വിടും. ഇനി ആ സ്റ്റൈല് ഇനി ഒരു 4-5 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും പോകുന്നുണ്ട്. അപ്പം നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകും. ഓക്കെ. അപ്പോൾ നമ്മൾ മത്സരമാണ്. ഇവിടെ നിന്ന് കൊണ്ടതിൻ്റെ 2 ഇരട്ടി അവിടെ നിന്ന് കൊണ്ട് കൊണ്ടുവരും. അപ്പോൾ നമ്മളെന്താക്കും 3 ഇരട്ടിയായിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോകും. അല്ല ഇവനോട് സത്യം ചോദിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് അവിടെ എന്താണ് അത്യാവശ്യം വേണ്ടത്? വയനാട്ടിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ കൊണ്ടുവരാൻ? ഞങ്ങള് ഇങ്ങടല്ല, ഞങ്ങൾ അങ്ങോട്ട് വരുമല്ലോ. അപ്പൊ എന്താ കൊണ്ടുവരണ്ടെന്ന്? അവക്കാടോ ഒക്കെ പിന്നെ ഇത് വേണ്ട. കപ്പ പൂള അത് വേണ്ട. കപ്പ എന്തിനാണ് വെറുതെ അവിടെ പിന്നെ വേറെ പിന്നെ നിങ്ങൾക്ക് തിന്നാൻ ആഗ്രഹമുള്ള വയനാട്ടിലത്തെ എന്ത് ഐറ്റമാണുള്ളത് പറയൂ. അവക്കാട മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മമ്മു പറയൂ. എനിക്ക് അവക്കാട തന്നെ മതി. അവക്കാട തന്നെ മതി, വേറെ ഒന്നും വേണ്ട. കപ്പ മതി. വേറെ ഒന്നും വേണ്ട എന്നാണ് പറയുന്നത്. സെക്കൻഡ് വാഴ വെക്കുന്നു ക്യാമറമാൻ. കന്ന് 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 ഏതാ എടുക്കണ്ടേ?
ഇഷ്ടമുള്ള എന്നെടുക്ക എന്നെടുത്തോ. ആ ഇത് ആരാ ഹംദാൻ നടന്നാ? ഇതൊക്കെ ആ അല്ല ഇത് ഹംദാൻ നടട്ടെ. ഹംദാൻ കമോൺ ഹംദാനെ. ആ ബിസ്മീൻ ചൊല്ലി ഹംദാനെ റെഡി വാൻ. ആ പേടിക്കരുത്. ആ യെസ് ഇനി മണ്ണിടൂ. ആ കൈഫ് കാലൊക്കെ കൈയുടെ കൈഫ് മണ്ണാരിടും. ഇർഫാൻ കാല് കഴുകി. ആ ഉപ്പച്ചിട്ടോളൂ ഉപ്പച്ചിട്ടോളൂ ഉപ്പച്ചിട്ടോളൂ. ആ മതി. ചേച്ചോക്കല്ലേ? ഇല്ല 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 പിന്നെ എല്ലാവരോടും പറയാം, മുണ്ട് മടക്കി കുത്തുന്നത് ബാഗിൽ ഓട്ടണ്ടായതുകൊണ്ടാണ് കേട്ടോ. ആ ഇല്ലേല് ശിങ്കു മാറി. ശിങ്കു തട്ടടാതെ വീഡിയോയിൽ വരില്ല എന്ന് സ്ട്രിക്റ്റ് ആണ്. ഇത് ഇവനറിയോ? ഇവൻ 10ാം ക്ലാസ്സിൽ ഫുൾ A+, +2 ഫുൾ A+. പറയുന്നതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. നീ മേടിക്കൂലേ? ആ പിന്നെ ഇപ്പം എന്താ ഓൻ അത്രയും കോൺഫിഡൻസ്. ഇപ്പോൾ +1 അപ്പോൾ +1 ട്യൂഷന് പോവാത്തതിന് വിഷമം പറയുന്ന ഏക വ്യക്തി ഇവനാ. ഓൻ പറയാ ഇപ്പം ഓണ വെക്കേഷനാണ്, എന്നിട്ട് ഓൻ പറയാ ആ ഓൻ ചായ കുടിക്കുമ്പോൾ എന്താ പറയണേ? ചായ കുടിക്കുമ്പോൾ എന്താ പറയണ അറിയാം? കടി ഇറങ്ങണില്ല. എന്താ ചോദിച്ചപ്പോൾ പറയാ 3 ദിവസമായിട്ട് ട്യൂഷൻ പോയിന്ന്. വെക്കേഷന് പോലും ട്യൂഷന് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ചെക്കൻ. നീ പോടില്ലല്ലോ. ഇവൻ നല്ല പഠിക്കുന്നോണ്ടേ നീ പോണ്ട. എടാ നാണം കെടുത്തല്ലേ. നീ എത്രയില്ല? +2. ട്യൂഷനൊന്നും പോണ്ട. എനിക്ക് മാത്സ് ഉണ്ട്, പക്ഷേ മാത്സിന് ട്യൂഷൻ പോണില്ല. ഞാൻ പകരം ഈ കുട്ടികളോടൊക്കെ ഒരു കാര്യം പറയാം. ഈ വീട്ടുകാർ 10ാം ക്ലാസ് എത്തുമ്പോൾ പറയും 10ാം ക്ലാസ്സാണ് വലിയ എക്സാം എന്ന്. ഒരു കാര്യമില്ല. അത് ജയിക്കുമ്പോൾ പറയും +2 ആണ് വലുതെന്ന്. പറ്റിക്കും. അത് കഴിഞ്ഞാൽ പറയും ഡിഗ്രിയാണ് വലുത് എന്നുള്ളത്. ആ ഡിഗ്രി ഒരു വലുതാണ്. ഡിഗ്രി ഉണ്ടെങ്കിലാണ് ജോലികൾ കിട്ടുക. പക്ഷേ ആരോടും ഞാൻ പറയാം, പഠിച്ചാലും ജോലിക്ക് വരുത്. ബിസിനസ് കീപ്പ് ഇൻ മൈൻഡ്. എന്തെങ്കിലും ബിസിനസ് ചെയ്യാം. സ്വന്തമായിട്ട് ബിസിനസ് ചെയ്താലേ കോടീശ്വരനാവുള്ളൂ. ഞാൻ സക്സസ്ഫുൾ ആണെന്നല്ല, എന്നാലും ബിസിനസ് ഈസ് എ ഗുഡ് ഐഡിയ അല്ലേ? അല്ലേ അല്ലേ ആണ്. അതാ മൂന്നാമത്തത് അവിടെ നടാനുള്ള സെറ്റപ്പ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ നമുക്ക് ഓരോ മാസം കൂടുമ്പോൾ ഇന്നിപ്പോൾ എത്രയാണ്? ഇന്ന് സെപ്റ്റംബർ 1 അല്ലേ? ആണ്. ഇന്ന് സെപ്റ്റംബർ 1 ആണ്. നമുക്ക് ഓരോ മാസം കൂടുമ്പം വളർച്ച നോക്കാം. അടുത്ത സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബറിൽ ഇതെത്ര വളർന്നു? നവംബറിൽ, ഡിസംബറിൽ ഞാൻ അവിടെ അട്ടുണ്ട്. സോറിയേ, അത് വിടാം. പറയൂ അംദാൻ, പറയൂ എന്താണ് അംദാൻ്റെ? നോക്ക് വല നോക്ക്. നീ എവിടെന്നാ വരുന്നേ നോക്ക്. സ്പൈഡർമാൻ കല്യാണത്തിന് എനിക്ക് മോതിരം തന്ന ഏക വ്യക്തി ആരോ? സ്നേഹം. മോതിരം തന്ന് അംദാൻ കയറി ലോക്കറിലുണ്ട്. അതായത് ഞാൻ പിന്നെ കല്യാണ വണ്ടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി അപ്പം തന്നെ അല്ലേ? ആ കാല് വെച്ചില്ല, ഉള്ളിൽ കയറിയിട്ടാണോ വന്നത്? സ്റ്റേജിൽ നിന്നാണോ? അല്ല, ആ അതാ ഹാളിൻ്റെ ഉള്ളിൽ കയറുന്നതിൻ്റെ മുന്നേ എനിക്കൊരു മോതിരം കിട്ടി ഹംദാൻ്റെ വക. ആ ഇവൻ ഉറങ്ങിപ്പോയി. അന്ന് രംഗണ്ണനായിരുന്നു. എനിക്ക് തോന്നുന്നു 5-6. അലിയമ്മേല് 5 മിനിറ്റ് മുമ്പേ ആയിട്ട് ഞാൻ കുളിച്ച് റെഡി ഡ്രസ്സൊക്കെ ഇട്ട് വാച്ചൊക്കെ ഇട്ട്. അത് ആണുങ്ങൾക്ക് ഇടുന്ന വലിയ വലിയ മോതിര, രംഗണ്ണൻ സ്റ്റൈൽ. വേണമെങ്കിൽ അത് പിന്നെ ഉരുക്കിയിട്ട് ചെറുതാക്കേണ്ടി വരും.
ഞാൻ ശിങ്കുവിനൊരു മോതിരം കൊടുത്തിനോ യാസീൻ എഴുതിയിട്ട് അത് അത് നൂല് കെട്ടി നീ റെഡിയാക്കിയില്ലേ അളിയൻ്റെ കൊടുത്തിട്ടുണ്ട് അത് ചെറുതാക്കിയിട്ട് ഓള സൈസിന് ആ അത് ഒരുക്കിയിട്ട് ചെയ്യണമെന്ന് അല്ല ആദ്യം വെറുതെ കൊടുത്തേ ഇനിയും ഇവിടെ ഇങ്ങനല്ല ഓരോ കൊല്ലം എന്നെ കാണാൻ വരില്ലേ അപ്പൊ ഒരു മോതിരൊക്കെ ആയിട്ട് വരണം എന്നാലാണ് ഇപ്പം ഒരു കൊല്ലമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് സ്നേഹം കുറഞ്ഞു വരുന്നുണ്ട് നിന്നോട് അപ്പൊ നീ എന്താക്കണം അടുത്തൊരു മോതിരായിട്ട് എന്നോട് കാണാൻ പറ്റും ഗോൾഡ് ഇട്ടോ 916 ഇനിയിപ്പോ ഡയമണ്ട് ആയാലും ഡയമണ്ട് ഒരെണ്ണമുണ്ട് കേട്ടോ വാപ്പ തന്ന മോതിരം ഡയമണ്ടാണ് ഡയമണ്ടാ പ്ലാറ്റിനോ പ്ലാറ്റിന ആ പ്ലാറ്റിന സോ നീ വാപ്പാനോട് പറഞ്ഞിട്ട് മേടിപ്പിക്കണം വാപ്പ പറയും അത് വീഡിയോയിൽ തമാശക്ക് പറഞ്ഞാൽ ഞാൻ സീരിയസ് ആയിട്ട് കല്യാണത്തിൻ്റെ നോക്കട്ടെ എന്തറിയോ ഈ മഴ പോട്ടെ അപ്പോൾ എന്തായാലും അടുത്ത വട്ടം എന്നെ കാണാൻ വരുമ്പോൾ അടുത്ത മോതിരം മറക്കരുത് ഇവനൊക്കെ പറയും വേണ്ടാന്ന് കറക്റ്റ് ഡയമണ്ട് വേണ്ട ഇനിയിപ്പോ നീ എനിക്ക് മോതിരം വാങ്ങാൻ മടി ഉണ്ടെങ്കിൽ കോയിൻ ഇട്ടു കോയിനായാലും മതി ഞാനത് എടുത്തോളാം 5ന്റെ 10ന്റെ കോയിനല്ല ഒരു പവന്റെ കോയിൻ കിട്ടും അതാവുമ്പോ പണിക്കൂലി കൊടുക്കണ്ട നിങ്ങൾക്ക് ഒരു ലാഭം തരാം ഞാൻ മമ്മോ ഇനി നീ എന്നെ കാണാൻ വരുമ്പം ആ ഗോൾഡ് കോയിൻ വാങ്ങാൻ കിട്ടും ചെറിയ വിലയുള്ളൂ അതൊരെണ്ണം മേടിച്ചോ ഓക്കെ മറക്കരുത് അച്ചാറാ ഇവനാ അങ്ങനെ ഓന്റെ പേരാണാ നിനക്കെന്തേ തുടങ്ങിയാലോ നിന്റെ മമ്മീനോട് പറഞ്ഞോ കേക്കോ സുന്ദരി അങ്ങനെയാണ് അതായത് ഇവന്റെ ഉമ്മാക്ക് ഇവൻ ജനിച്ചതിന് ശേഷം അല്ലേ ജനിച്ചതിന് ശേഷം ആലോചന വന്ന് കല്യാണം കഴിപ്പിക്കുന്നു ആ ഇവന്റെ മേലെ 2 ആൺകുട്ടികളുണ്ട് ഇതാ ഒന്ന് പോത്തുപോലെ ഇതിന്റെയും പോത്തുപോലെ മൂത്ത മോന് 22 വയസ്സെങ്ങാനുണ്ട് കെട്ടിക്കാനായി എന്നിട്ടാണ് ആലോചന വന്നിരിക്കുന്നത് അപ്പൊ സ്വർണം ഉമ്മാനെയും പൊക്കി പറഞ്ഞേ ബാപ്പാനെയും പൊക്കി പറഞ്ഞേ സ്വർണം മറക്കരുത് നീ നോക്കട്ടെ ഇനിയിപ്പം നിനക്ക് വാങ്ങാൻ കിട്ടിയില്ലെങ്കിൽ വരുമ്പോ ഉമ്മാന്റെ സ്വർണ്ണം എടുത്ത് കയ്യിൽ വെക്കുക എന്നിട്ട് പറയും കാണാനില്ല എനിക്ക് തന്നാ മതി ഞാൻ ആരോടും പറയില്ല ഓക്കെ ഓക്കെ ഡീൽ ഇവനോട് പറഞ്ഞാൽ ഓൻ അതുപോലെ ചെയ്യും ഗുഡ് ബോയ് അതാ ഒരെണ്ണ മൂന്നാമത്തെ അത് കാണിച്ചു കൊടുക്കും അതാരാ നട്ടെ മൂന്നാമത്തെ ഉപ്പച്ചിയാ ആ മൂന്നാമത്തെ ഉപ്പച്ചിയായിട്ട് ആ നാലാമത്തത് അവിടെയാണ് അല്ല അവിടെ പോയപ്പോ ഇപ്പച്ചിന് ഇപ്പൊ അട്ട കടിച്ചിട്ട് തീരുമാനാക്കി ഉണ്ടാവും അത് കുഴപ്പമില്ല ഞാൻ എന്ത് ഇട്ടാലും വരും വളരും ഇതോടെ അവക്കട ഉണ്ടോ ആ പറയും കാലം അവിടെ വെച്ച് അവൻ പുല്ല് തട്ടിത്തെറിപ്പിച്ച് കേറിയെന്നറിയില്ല ഏട്ടാ അവന് ഏത് പുല്ലി കിടന്നല്ലോ തട്ടിത്തെറിപ്പിച്ച് വന്നത് ഇവൻ മൂത്രമൊഴിച്ച ഇവനവിടെ മൂത്രമൊഴിച്ചിട്ടുണ്ടായി ആ വെള്ളത്തിൽ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ച് വന്നത് മനസ്സിലായില്ലേ എന്തോ മനസ്സിലായി എന്നാ ശരി സോ ഗൈസ് നമുക്കിവിടെ അവക്കാഡോ ജ്യൂസ് അതായത് ഇപ്പം പറിച്ച സാധനം ഫ്രഷ് ആയിട്ട് നമ്മൾ പറിക്കാൻ വേണ്ടി പോവാണ് ആയിഷക്ക് ഒരു പേടി ഇത് പാളാൻ ചാൻസ് ഉണ്ട് അപ്പം ആരാ അടിക്കണ ഒരേ കമോൺ പേരൊക്കെ ഉണ്ടോ ഓ കുറച്ച് വേറെ പഴുത്തില്ല അപ്പൊ എന്ത് ചെയ്യണം പിന്നെ ആരും ഐസ്ക്രീമും ഒളിക്കും 2 മുളക് ഇട്ടാലോ അതില് എരിയട്ടല്ലേ ഇതോ ഗൈസ് ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് മൂന്നാമത്തെ സെറ്റാണ് അടിച്ച് വെച്ചതാ ഇതാ ഐസ്ക്രീം വിത്ത് ഐസ്ക്രീം ഓ പൊളി 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 ഒരു രക്ഷയില്ല
നമ്മൾ അവക്കാഡോ ജ്യൂസ് റെഡി ആയിരിക്കുകയാണ്. ദിസ് ഈസ് അവക്കാഡോ. ഐഷ ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഐഷ പകുതി പുറത്ത് അത് ഒരു കാര്യം ചെയ്യ്, സ്പൂൺ എടുത്തിട്ട് ഒഴിച്ചോ. എന്നാ ഈ കയ്യിലെടുത്തിട്ട് ഇട്ട് സ്കൂപ്പ് ഇടാം. സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് കാണാം. അങ്ങനെ ഫൈനലി ഐസ്ക്രീം വിത്ത് അവക്കാഡോ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് പോലില്ല, എല്ലാവർക്കും ഐസ്ക്രീം ഇട്ടിട്ടുണ്ട്. അതിൻ്റെ വില അവക്കാഡോ 1 2 3 4 5 6 7 8 9 10. ഓ ധാരാളം. ഇത് കൊണ്ടു കൊടുക്കുന്ന വീഡിയോ ആണോ? എന്നാ പിടിക്കുമോ ക്യാമറമാൻ? സോ അത് അരമണിക്കൂർ എടുത്ത് മുറിച്ച്. ഹേ ഗൈസ്, എല്ലാരും വാ. ഇവിടെ വലിയ ആൾക്കാരാ. ചോട്ടൂസിന് ചോട്ട ക്ലാസ്. പിടി വേണ്ട ഇവർക്ക്. ഇവന്റെ കയ്യിൽ നിന്ന് പിടിയില്ലാണ്ട് പോയതാ. ശിങ്കു ശിങ്കു നിക്ക് ശിങ്കു മാറ് മാറ് ശിങ്കു മാറ് 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 മാറ്. ഇല്ല ഇല്ല എടുത്തില്ല. ശിങ്കുന്റെ കൈ കൊണ്ടുവാ, എടുത്തോ, കൈന്ന് എടുത്തോ. ഇത് മധുരം ഉള്ളതാ, കൈന്ന് എടുത്തോ. നല്ല മധുരം ഉള്ളതാ. ഇനി ഉപ്പിച്ച് ഉപ്പിച്ച് കഴിച്ചു. ഇന്ന് നമ്മളൊക്കെ ഉള്ളു. ശിങ്കു നീ കൈഫ് കുടിച്ചു എല്ലാരും അല്ലേ? അത് കുടിച്ചിട്ടില്ലെങ്കിൽ വലിയ ക്ലാസ് എടുത്തതാ. ഞാനാ പറഞ്ഞ ചെറുതെന്ന്. മമ്മ കുടിച്ചു. ഓക്കെ, ഞാനില്ലല്ലോ, സ്വന്തമായിട്ട് കുടിച്ചിട്ട് ഇപ്പൊ അഭിപ്രായം പറയാം. അമ്മ കൊടുത്തില്ല. ഇപ്പാക്കി തരാം. ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പാക്കി തരാം. അമ്മക്ക് എന്തിട്ട് തല ഇറങ്ങണ പ്രഷറിന്റെ ഗുളിക കഴിച്ച്. ഒരു മിനിറ്റ്, ഞാൻ അമ്മക്ക് അടുത്ത് വരും. സഹൃദയരെ, ഇതാ നമ്മളെ ഷിങ്കുവിൻ്റെ കുടുംബം, ബാപ്പ ഉമ്മ എല്ലാവരും തിരിച്ചു പോവുകയാണ്. അപ്പോൾ നല്ല മഴയാണ്. ഇവരിറങ്ങാൻ സമയത്ത് ഈ ഇർഫാനാണ് എല്ലാവരെയും വണ്ടീനുള്ളിലായിട്ടാവുന്നത്. ഇർഫാൻ LGBTQ ആണ്. കാരണം അവൻ്റെ കൊട കണ്ടില്ലേ? ഇർഫാൻ്റെ കൊട കണ്ടറിയാം LGBTQ ആണ്. അപ്പോൾ ഇർഫാൻ പോകുന്നില്ല. ഇർഫാൻ അല്ലേ, കൈഫ് പോകുന്നില്ല. ഇങ്ങോട്ട് വരുമ്പോൾ കൈഫ് വരുന്നു ഡ്രൈവർ. ഇപ്പോൾ ഡ്രൈവർ മാറി പുതിയ ഡ്രൈവറായി. സോ പിന്നെ നമ്മൾ നോർമലി എന്താ കാണാറ്, വാപ്പ മോളെ പിന്നെ ഇങ്ങനെ ഉപദേശിക്കുന്നില്ലേ? ഇവിടെ തിരിച്ചാ, മോള് വാപ്പനെ ഉപദേശിക്കും. അങ്ങനെ ഉമ്മ അതിനും വലിയ ഉപദേശം, തത്വങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ എടുക്കണമെന്നില്ല, അവരെടുത്താൽ മതി, ഞാൻ സംസാരിച്ചോളാം. ഓക്കെ, കണ്ടോ? അവൻ ഉറപ്പിച്ച്, ഞാൻ ഉറപ്പിച്ച്, അവൻ LGBTQ+ HD TV ആണ്. ഇതൊന്നും അറിയാതെ ഇർഫാൻ നാളെ വീഡിയോ കാണുമ്പോൾ അളിയാ നിങ്ങൾ എന്നെ തേച്ചല്ലേ ആയിരുന്നു. നീ പേടിക്കണ്ട, ഓൻ LGBTQ ആണല്ലോ. നീ വീഡിയോ കാണണോ? അപ്പൊ മനസ്സിലാവും. കൊട LGBTQ+. LGBTQ എന്ന് പറഞ്ഞ എടി മാത്രല്ല, എല്ലാവരും. അല്ല അല്ലല്ലല്ല
നാളെ വരെ നാളെ പറ്റാതെ വിളിച്ച് ഇല്ല ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് പോകും. നാളെ കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പോകുമല്ലോ, അതുകൊണ്ട് കരച്ചിലില്ല. ഇപ്പോൾ LGBT മാറിയിട്ടുണ്ട്. ഇർഫാന്റെ ഏട്ടനായ കൈഫ് ഇല്ല ചെരുപ്പ് മാറി. ഇല്ല ടാറ്റാ. ഇനി ഇവർക്ക് ഇനി 6-7 മണിക്കൂർ വണ്ടിയിൽ പോകണം. ഇപ്പം റോഡൊക്കെ ഒരുവിധം റെഡിയായി വരുന്നുണ്ട്. കോഴിക്കോട് ടു ചാവക്കാട് സുഖം, ചാവക്കാട് ടു കരുവപ്പട്ടണയാണ് കുറച്ച് പ്രശ്നം. കൊടുങ്ങല്ലൂർ. ബായ്. ഇവർക്ക് ഈ വണ്ടി മുതലായിട്ടോ, കാരണം ഒരു വണ്ടിയിൽ 10 പേരൊക്കെ പോവാ. സാധനങ്ങളോ ലഗേജ് എല്ലാം എങ്ങനെയാ വണ്ടി കേറുന്നു എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. അത് LGBTQ+ ഒക്കെ പോയി. റെഡിയായി. എവിടുന്നാണ്? ഇവര് 3 ടീം LGBTQ+ ആണ്. അവിടെ നോക്ക്, അങ്ങ് സൂം ചെയ്ത് നോക്ക്. LGBTQ+ അങ്ങുണ്ടോ? ഫുൾ 5x സൂം ചെയ്യും. എവിടെ? താഴെ ഉണ്ടോ? എല്ലാ കളറും ഉണ്ട്. ഏത് വളവോ? അതൊക്കെ തിരിക്കും. ഇന്റർനാഷണൽ ലോറി ഡ്രൈവറാണ്. എടാ ഇവിടുന്ന് കാണും. എടാ വണ്ടി പതുക്കെ ഇറക്കുള്ളൂ. ആളില്ലേ? എനിക്ക് ഡൗട്ട് വരുത്തുണ്ട്. നമ്മൾ വിചാരിക്കും ടൈം ആയില്ല അവിടെ എത്താനുള്ള, ആയിട്ടുണ്ടാവില്ല, പതുക്കെ ഇറങ്ങുള്ളൂ. അതാ ഏകദേശം 1 ഞാൻ 10 മുന്നേ അവിടെ കാർ വരും. 1 2 3 4 5 6 7 8 9 9.1 9.2 ആയിട്ടില്ല. 10 ഞാൻ പറഞ്ഞില്ലേ. സോ ഗൈസ് യെസ്, അപ്പം ടാറ്റാ ബൈ. സോ ഗൈസ്, അപ്പം നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. യെസ്. സോ അത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. രാവിലെ നല്ല വെയിലുണ്ടായിരുന്നു, എന്തോ ഭാഗ്യത്തിനെല്ലാം പറിക്കാൻ പറ്റി. ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങി. സോ ഗുഡ് ബൈ.